ഹലോ ചേട്ടൻ പോട്ടെ മീൻകാരൻ ചേട്ടൻ. ഓക്കെ, ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആണ്. നാളെ സൺഡേ ഞാൻ വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കണേ. എന്നിട്ട് നാളെ സൺഡേ കറക്റ്റ് ടൈമിന് പോസ്റ്റ് ആയിക്കോളൂ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മോൺസ്ട്ര ഡെലീസിയോസ പണ്ട് റീപ്പോർട്ട് ചെയ്ത് വെച്ചത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ചെരുവുണ്ട്. ഈ പോട്ടിപ്പോൾ നേരെയാണെങ്കിലും ചെടി വെയിറ്റ് കാരണം ഒന്ന് വളഞ്ഞിട്ടായിരിക്കണം. അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഈ മോസ്പോൾ ഒന്ന് മാറ്റണം. എന്നിട്ട് ഈ സപ്പോർട്ട് ഒന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇതാണ് മോൺസ്ട്ര ഡെലീസിയോസ. ഇതിൻ്റെ ഇലയുടെ സൈസൊക്കെ ഭയങ്കര കുറവാട്ടോ. ഇതിൻ്റെ മദർ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. ആ മദർ പ്ലാന്റിൻ്റെ നിന്ന് ഞാൻ കട്ട് ചെയ്ത് പിടിപ്പിച്ചാണ് കുറേയൊക്കെ. ഇനി ഇതൊക്കെ ഒന്ന് ഉഷാറാക്കി, ഇതൊക്കെ പുറകയിലിരിക്കുമായിരുന്നു. ഇതൊക്കെ ഒന്ന് ഉഷാറാക്കി റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ അവസ്ഥ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, അതിപ്പോൾ പോട്ട് ഇത്രയും ചെറുതാണ്. ഇത്രയും മണ്ണ് മതിയാവും, നല്ല രീതിയിൽ വളർന്നോളും. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം അനുസരിച്ചാണ് ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക. നല്ല ഒരു സോയിൽ സപ്പോർട്ട് മാത്രം മതി. പിന്നെ ഇതിൻ്റെ വെയിറ്റ് കാരണം ഈ മോസ്പോള് വളഞ്ഞിരിക്കണുണ്ടോ. അപ്പോൾ ഈ മോസ്പോൾ ഊരിയിട്ട് നമുക്ക് വേറെ മോസ്പോൾ വെക്കണം, റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ കരുതണത്. ഇതിൽ തന്നെ സോയിലൊക്കെ നിറച്ച് ഒന്ന് വെയിറ്റ് കൂട്ടി കൊടുക്കണം. ഈ മോസ്പോൾ ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ, പണ്ടെങ്ങാണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഞാൻ ഉണ്ടാക്കിയ മോസ്പോളുണ്ട്, PVC പൈപ്പിലൊക്കെ ഉണ്ടാക്കിക്കുന്ന മോസ്പോളുണ്ട്. അത് ഞാനിപ്പോൾ എടുത്തിട്ട് വരാം. അതിലേക്ക് വേണം ചെരിഞ്ഞ്. കണ്ടു ഇപ്പോൾ ഇതിൻ്റെ റൂട്ട് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് കണ്ടോ ആണ് ഇങ്ങനെ വന്നിരിക്കണേ. ഇതിനൊന്ന് അടിപൊളിയായിട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് എൻ്റെ പഴയ ഒരു മോൾ സ്റ്റിക്ക് പോലത്തെ സംഭവം ഞാൻ എടുക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ, പണ്ട് അമ്മ വീട് തുടയ്ക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്രൂമാണ്. അതിൻ്റെ ഇത് മാറ്റി തുണിയുള്ള ഭാഗമില്ലേ, തുടയ്ക്കണ ഭാഗമൊക്കെ മാറ്റിയിട്ട് തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അത് കളയാണ്ട് അതുമ്മേ മറ്റേ ചകിരിക്കയർ കെട്ടിക്കൊടുത്തുണ്ടാക്കിയതാണ്. ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കും. എന്നിട്ട് കുറച്ച് മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊട്ടി മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് മണ്ണും ഉമ്മിയും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഉള്ള മിക്സാണ്. ഇത് നമുക്ക് അവസാനം കെട്ടാം. എന്തായാലും മണ്ണ് എന്തായാലും ഫില്ല് ചെയ്യാം. ഇനി പിന്നെ ഉള്ളത് ഈ മോസ്പോളല്ലേ, അത് വേറൊരു പ്ലാനും കൂടി നടാനുണ്ട്. അത് പതുക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെതാ ടാസ്ക്
ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് റിപ്പോർട്ട് ചെയ്ത് നല്ല അടിപൊളി ഒരു പഴയ ഗ്രൂം സ്റ്റിക്ക് പോലെ സംഭവമൊക്കെ കൊടുത്ത് ഇനി അത് നല്ല ഹൈറ്റിൽ വളർന്നു വരും. ഇതുപോലെ ഹൈറ്റ് വെച്ച് നല്ല ഭംഗിയിൽ മുഴുനീളെ നല്ല വലിയ പ്ലാന്റായിട്ട് വളർന്നു വരും. നമുക്കത് നോക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള വളം കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. മോൺസ്ട്ര ഡെലീസിയോസ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഭയങ്കര റിച്ച് ലുക്കല്ലേ കാണാനൊക്കെ. നല്ല റേറ്റാണ് കേട്ടോ മാർക്കറ്റിൽ. അത് വേറെ കാര്യം. ഞാനാകെ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ ഉണ്ടായുള്ളൂ. അതിൽ നിന്നാണ് കുറേ കട്ട് ചെയ്ത് ഇത്ര മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിരിക്കണേ. ഓക്കെ, ഇനി ഇതിൻ്റെ കെയറും കൂടി ഞാൻ പറഞ്ഞുതരാം. ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്തും ഈ പ്ലാന്റ് വെക്കാൻ പാടില്ല, മനസ്സിലായോ? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എന്തായാലും വെക്കാം. ഇൻഡയറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിറ്റ് ഔട്ടിൽ നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം. പിന്നെ ഈ തൂണിൻ്റെ മറവിൽ നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ വയ്ക്കാം. പിന്നെ കാർ പോർച്ചിൻ്റെ സൈഡിലൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടത്തില്ല. ഇവിടെയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റാണ് കിട്ടുക. അപ്പോൾ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ലാണ്ട് അത് നിന്നോളും. വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റാണ് ഈ മോൺസ്ട്ര ഡെലീസിയോസ. ഈ സ്റ്റെയർ കേസിൻ്റെ ഏരിയ, ബാൽക്കണി ഏരിയ, ജനലിൻ്റെ സൈഡിലൊക്കെ വീടിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാണ്ട് നല്ല രീതിയിൽ വളർന്നു നിന്നോളും. അതുകൊണ്ട് ഇൻഡോർ വെക്കാനൊരു പ്ലാന്റ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലെ വലിയ ഇലകളൊക്കെ ഉള്ള പ്ലാന്റ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മോൺസ്ട്ര ഡെലീസിയോസ ബെസ്റ്റ് പ്ലാന്റാണ് ഇൻഡോർ ആയിട്ട് വെക്കാൻ. പിന്നെ ഇങ്ങനൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ വളർന്ന് പൊയ്ക്കോളും. ഞാൻ എൻ്റെ വീടിൻ്റെ പുറകിലൊരു വലുതുണ്ട്, അതാണ് എൻ്റെ മദർ പ്ലാന്റ്. അത് ഞാൻ നിങ്ങളെ അവസാനം കാണിച്ചു തരാം. അതും ഇത്ര ഹൈറ്റിൽ വന്നതാണ്. പിന്നെ വെട്ടി ചെറുതാക്കിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇതിൻ്റെ അടുത്ത കയറി വെള്ളം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഭയങ്കര ലൂസായിട്ടുള്ള പൊട്ടി മിക്സാണ് ഇതിൽ കൊടുത്തിരിക്കണം. മണ്ണും ഉമ്മിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ്, പിന്നെ കുറച്ച് ചാണകപ്പൊടി, അത് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ ഇൻഡോറാണ് വെക്കണമെന്നുണ്ടെങ്കിൽ, വീടിൻ്റെ അകത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ സോയിൽ നല്ല രീതിയിൽ ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും വെള്ളം നനയ്ക്കണമെങ്കിൽ മുന്നേ ചെടിയുടെ മണ്ണ് ഇങ്ങനെ എടുത്ത് നോക്കുക. കയ്യിലിങ്ങനെ മണ്ണ് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ചെടിക്ക് അത്യാവശ്യമായിട്ടുള്ള വെള്ളമുണ്ട്, വെള്ളം ഒഴിക്കേണ്ടതെന്ന് തന്നെയാണ്. ഇനി എപ്പോഴാണ് ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് ഇതുപോലെ ഒന്നും ഒട്ടിപ്പിടിക്കില്ല, ഭയങ്കര ലൂസായിരിക്കും സോയിൽ, ഭയങ്കര ഡ്രൈ ആയിരിക്കും സോയിൽ. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ല ലൂസായിട്ടുള്ള പൊട്ടി മിക്സ് ആണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ തനിയെ ഊർന്ന് പൊക്കോളും. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മോൺസ്ട്ര ഡെലീസിയോസയെ പറ്റി. ഇനിയിപ്പോൾ നിങ്ങൾക്കും ഈ ചെടി എന്തായാലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ കേട്ടോ. ഇപ്പോൾ മാർക്കറ്റിൽ ചെറിയൊരു പ്ലാന്റിന് ഒരു 250-500 ആ ഒരു റേറ്റ് എന്തായാലും വരും. കാരണം നല്ല റിച്ച് പ്ലാന്റാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു പ്ലാന്റാണ് ഈ മോൺസ്ട്ര ഡെലീസിയോസ. എന്തായാലും കളക്ട് ചെയ്തോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ ഇലയുണ്ടല്ലോ നല്ല വലുതാണ്. ഈ ഒരു പ്ലാന്റ് ഞാൻ പണ്ട് ഒത്തിരി കൊതിച്ച് വാങ്ങിച്ചതാണ്. എന്നുവെച്ചാൽ കാറിലൊക്കെ പോയി കൊടുങ്ങല്ലൂർ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. അന്ന് ഞാൻ ചെറിയൊരു പ്ലാന്റായിട്ടാണ് വാങ്ങിച്ചത്. അന്ന് എത്രയോ 300-350 രൂപ കൊടുത്ത് പണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ വലുതായി. ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞില്ലേ ഒരു മദർ പ്ലാന്റ്, അതുണ്ട്. ഇതാണ് എൻ്റെ ഉള്ള ഒരു മദർ പ്ലാന്റ് എന്ന് പറഞ്ഞില്ലേ, ആ പ്ലാന്റ് ഇപ്പോൾ നല്ല ഹൈറ്റ് വെച്ച് പോകുന്നതാണ്. പിന്നെ മുറിച്ചാണ് ഇത്രയും ചെറുതാക്കി നിർത്തിയിരിക്കുന്നത്. ഈ ഒരു മദർ പ്ലാന്റിൽ നിന്ന് മുറിച്ച് എൻ്റെ ഇപ്പോൾ പുറത്തൊരു 4 പ്ലാന്റ് ഉണ്ട്, വീടിൻ്റെ ഉള്ളിൽ 2 പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇഷ്ടം പോലെ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വൈകണ്ട, എന്തായാലും ഈ പ്ലാന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിക്കും. ഇതൊരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാം. നമ്മുടെ സിറ്റ് ഔട്ട് ആകെ ഇപ്പോൾ ഫില്ലായിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് മൂടനുസരിച്ച് മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ എന്തായാലും പുറകിലോട്ട് കൊണ്ട് വയ്ക്കണില്ല. ഇതിപ്പോൾ കാറുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ പുറകിലോട്ട് കൊണ്ട് വയ്ക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ എല്ലാവർക്കും ഇനി ഇടിക്കും അവിടെ സൈഡിലൊക്കെ. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം സിറ്റ് ഔട്ടിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അതൊന്ന് ഫ്രഷായി റെഡിയായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇൻഡോറോ അവിടെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം. പിന്നെ എന്തായാലും അടുത്ത സൺഡേ കാണാം, എന്തെങ്കിലും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും